കോതമംഗലം താലൂക്കിൽ UDFന് ഭരണം ലഭിച്ച ഗ്രാമപഞ്ചായത്തുകളിൽ പ്രസിഡന്റുമാരെ ടീം നിശ്ചയിച്ച് തീരുമാനിക്കും. എല്ലായിടത്തും ഒന്നിലേറെ പേർ പ്രസിഡന്റ് സ്ഥാനത്തിന് രംഗത്തുണ്ട്. ബ്ലോക്ക് പഞ്ചായത്തിലും സമാന സാഹചര്യമാണുള്ളത്. ചർച്ചകൾ തുടരുകയാണെന്നും ദിവസങ്ങൾക്കുള്ളിൽ തീരുമാനമെടുക്കുമെന്നും നേതാക്കൾ അറിയിച്ചു. ഈ മാസം 27-നാണ് പ്രസിഡന്റിനെയും വൈസ് പ്രസിഡന്റിനെയും തിരഞ്ഞെടുക്കുന്നത്. കോതമംഗലം താലൂക്കിൽ പോത്താനിക്കാട് ഒഴികെയുള്ള ഗ്രാമപഞ്ചായത്തുകളിലാണ് UDFന് ഭരണം ലഭിച്ചിട്ടുള്ളത്. പല്ലാരിമംഗലത്ത് മുസ്ലിം ലീഗിനും മറ്റിടങ്ങളിൽ കോൺഗ്രസിനുമാണ് പ്രസിഡന്റ് സ്ഥാനം. പല്ലാരിമംഗലത്ത് ലീഗ് നേതാവ് PK മൊയ്തു 5 വർഷവും പ്രസിഡന്റാകും. മറ്റ് പഞ്ചായത്തുകളിൽ പ്രസിഡന്റുമാരെ നിശ്ചയിക്കുന്നതിനുള്ള ചർച്ചകൾ കോൺഗ്രസിൽ തുടരുകയാണ്. പലയിടത്തും നേതാക്കൾ തമ്മിൽ ഏകദേശ ധാരണയായിട്ടുണ്ടെങ്കിലും അന്തിമ തീരുമാനം പ്രഖ്യാപിക്കുന്നതിനുള്ള ചർച്ചകൾ തുടരുകയാണ്. എല്ലായിടത്തും 2 പേരോ 3 പേരോ പ്രസിഡന്റ് സ്ഥാനത്തിനായി രംഗത്തുണ്ട്. ഈ സാഹചര്യത്തിൽ പ്രസിഡന്റ് സ്ഥാനം വീതം വയ്ക്കാനാണ് ആലോചന. കാലാവധി നിശ്ചയിച്ചാകും വീതം വയ്പ് നടത്തുക. വലിയ തർക്കങ്ങളിലേക്ക് പോകാതിരിക്കുന്നതിനുള്ള പോംവഴി എന്ന നിലയിലാണ് ടേം വ്യവസ്ഥ നടപ്പാക്കാൻ നേതാക്കൾ തീരുമാനിച്ചത്. ആര് ആദ്യം എന്നതിലും ധാരണയാകേണ്ടതുണ്ട്. അടിക്കടി പ്രസിഡന്റുമാർ മാറിവരുന്ന സാഹചര്യം ഒഴിവാക്കാൻ 2 പേർക്ക് മാത്രമായി പ്രസിഡന്റ് സ്ഥാനം നിശ്ചയിക്കുന്നതിനാണ് ആലോചനയുള്ളത്. വൈസ് പ്രസിഡന്റ് സ്ഥാനത്തിലും സമാനമായ ടേം വ്യവസ്ഥയുണ്ടായേക്കും. വൈസ് പ്രസിഡന്റ് സ്ഥാനത്ത് ഘടകകക്ഷികളെയും പരിഗണിക്കുന്നുണ്ട്. ഗ്രാമപഞ്ചായത്തുകൾക്ക് പുറമെ കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്തിലും പ്രസിഡന്റ് സ്ഥാനത്തേക്ക് 3 പേരെയാണ് പരിഗണിക്കുന്നത്. 2 പേർക്ക് അവസരം ലഭിച്ചേക്കും. ഈ മാസം 27-നാണ് ത്രിതല പഞ്ചായത്തുകളിൽ പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പുകൾ നടത്തുന്നത്. GTV ന്യൂസ്, കോതമംഗലം.